മെൻസ്ട്രേഷൻ കുറവാണ്. അത് പിന്നെ പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങൾ തന്നെ എൽസിയല്ലേ. എൽസി ആരാമേ? മകള്. നമ്മുടെ വീഡിയോ കാണുന്നവർ ദയവായി ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇന്ന് രാവിലെ അമ്മ എണീറ്റിരുന്ന് പല്ല് തേക്കുന്നുണ്ട്. ഇച്ചിരി ക്ഷീണമൊക്കെ ഉണ്ട്. എന്നാലും ഇന്നലെ തേക്കാലൊക്കെ കുറവ് കാണിക്കുന്നുണ്ട്. ഇന്നലെ ഒരു ഇച്ചിരി ക്ഷീണം പോലെയാണ് ഉണ്ടായിരുന്നത് കൂടുതലായിട്ട്. പക്ഷെ ഇന്നിപ്പം കുറച്ചും കൂടെ രാവിലെ ഉന്മേഷം കാണിക്കുന്നുണ്ട്. മൊത്തത്തിൽ ഈ കാലാവസ്ഥ മാറുന്നതിൻ്റെ ഒരു പ്രശ്നവും ചൂടും എല്ലാം കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ വാ പിടിക്കണം. രാവിലെ എണീറ്റ് ഇച്ചിരി പാടുണ്ട് നടക്കാനായിട്ട്. ഒരു ചെറിയ ബുദ്ധിമുട്ട് പോലെ ഉണ്ട്. മൊത്തത്തിൽ ക്ഷീണത്തിൻ്റെ ആണെന്ന് തോന്നുന്നു. ഇച്ചിരി കഴിക്കാനുണ്ടാക്കിയോ? രാവിലെ ഒരു ഗുളിക കൊടുക്കാനുണ്ടായിരുന്നു, അത് അമ്മയ്ക്ക് കൊടുത്തതാണേ. ഗ്യാസിൻ്റെ ഗുളികയാണ് മുഖ്യമായിട്ടും. ഇച്ചിരി നടക്കുന്നുണ്ടോ? ഇച്ചിരി നേരം നടക്കുന്നുണ്ടോ? നടക്കുന്നുണ്ടോ ഇച്ചിരി നേരം? ഇതിൽ നടക്കുന്നുണ്ടോന്ന്? ആ, ഇച്ചിരി നേരം നടന്നോ? കാലൊക്കെ ഒന്ന് ഓടട്ടെ അല്ലേ? ആണോ? നല്ല തണുപ്പാ അല്ലേ? നല്ല തണുപ്പാ അല്ലേ? തണുപ്പേ നന്നായിട്ടുണ്ടല്ലേ? നല്ല തണുപ്പാണ്. ക്ഷീണമുണ്ട് കൂടുതൽ. ഇന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്നോർത്താണ് ഇരിക്കുന്നത്. ഡോക്ടറെ ഒന്നുകൊണ്ടൊക്കെ കാണിച്ചിട്ട് മരുന്നുമെല്ലാം മാറ്റി തരുന്നുണ്ടോ ഒന്ന് നോക്കണം. വീട്ടിലോട്ട് പോകണോ? ആണോ? എപ്പോഴാണ് പോകണ്ടേ? എപ്പോഴാണ് പോകണ്ടേ? ആ, അവിടെ ആരാ ഉള്ളത്? അതിന് വീട്ടിൽ പോയാലും ആരാ ഉള്ളത്? ഉണ്ടോ? ആണോ? ഇപ്പം നമുക്ക് ആശുപത്രി പോയിട്ട് പോയാൽ പോരെ? ആശുപത്രിയിലൊന്ന് പോയിട്ട് പോയാൽ പോരെ? എലിക്കുട്ടി നമുക്ക് ഇച്ചിരി ക്ഷീണം ഉണ്ടല്ലോ. ഇച്ചിരി ക്ഷീണം തോന്നുന്നുണ്ടല്ലോ. ക്ഷീണം ക്ഷീണം ആശുപത്രി പോയാൽ പോകും. പിന്നെ ഡോക്ടറെ കണ്ടിച്ചിട്ട് മരുന്നൊക്കെ മേടിച്ചാൽ പോയല്ലേ? അതൊക്കെ ഓരോന്നിൻ്റെ കുറവ് കൊണ്ടായിരിക്കും. ആ, അതാ പറഞ്ഞേ. ഞാനൊന്ന് നോക്കാനായിട്ടാ. ഒരു പനിക്കൂട് പോലെയൊക്കെ ഉണ്ടല്ലോ. ഒരു പനിക്കൂട് പോലെയൊക്കെ ഉണ്ടല്ലോ. പനി പനി ഒരു ഒച്ചടപ്പൊക്കെ ഉണ്ടല്ലോ. ആ, കാലാവസ്ഥയുടെ ഉണ്ട്. എന്നാലും രാവിലത്തേനുള്ള അമ്മയ്ക്ക് ഓട്സാണ് രാവിലത്തെ ഉണ്ടാക്കിയിരിക്കുന്നത്. ആ, കാറ്റടിക്കണ്ട കഴിഞ്ഞ് എന്നാലും മതി. തണുപ്പ് ഒരു വിഷയമുണ്ട് ഇപ്പോഴത്തെ. ഇച്ചിരി ചൂടോടെ കഴിച്ചോ. ഇപ്പം തണുപ്പല്ലേ രാവിലെ. ഇപ്പോൾ വൈകിട്ട് പകൽ നല്ല വെയിലും ചൂടും, വൈകിട്ട് നല്ല തണുപ്പും. ഇപ്പം 6-7 മണിയാകുമ്പോൾ തണുപ്പ് തുടങ്ങും. അമ്മയല്ലേ ഇത്? ഇതല്ലേ അമ്മ? അമ്മയല്ലേ? വേറെ അമ്മയുണ്ടോ? നീ മരുന്നെല്ലാം കഴിച്ചതിൻ്റെ ക്ഷീണവും കൂടെ ആണോന്ന് പറയത്തില്ല കേട്ടോ. നീ ചോദിക്കാം, നമുക്ക് കൊണ്ടുപോയിട്ടേ. വൈറ്റമിൻ ആണെങ്കിലും എല്ലാം ചിലത് ഓവറായി കഴിഞ്ഞാൽ എന്നാലും കുഴപ്പമുണ്ടാവുമല്ലോ. ആവശ്യമില്ലാത്തതേ ഒരാവശ്യം കഴിഞ്ഞാലേ. ഇതിപ്പം 3-4 ദിവസം തന്നെ സാറിന് തരാനുണ്ടായിരുന്നുള്ളല്ലോ. ഇപ്പം എന്നാ ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടാവില്ലേ അമ്മേ? ചൂടാറി കാണും, കഴിച്ചോ. ചൂടാറി കാണും, നോക്കി. നല്ല തണുപ്പാ ഫാനിട്ടിട്ട്. വെച്ച് നോക്കി, വായിച്ചു നോക്കി ശാലെടുത്ത്. ചൂടാറിയില്ലേ? ഇച്ചിരി ചൂടോടെ കഴിച്ചോ. ചൂടുണ്ടോ? കഴിഞ്ഞ വർഷം ഈ സമയത്ത് തന്നെയാണ് അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ട് പനി പിടിച്ചു കൊണ്ടുപോയി. ഞങ്ങൾക്കെല്ലാം കൂടെ പനി വന്ന്, അമ്മയ്ക്കും പനി വന്ന്. അന്ന് ചുമയൊക്കെ ഉണ്ടായിരുന്നു അമ്മയ്ക്ക്. കഫക്കെട്ടിലും ചുമയൊക്കെ ആയിട്ട്
കഴിഞ്ഞ വർഷം ഈ സമയത്ത് കൊണ്ടുപോയെന്നാണ് എൻ്റെ ഓർമ്മ. ന്യൂ ഇയറിലാണ് കൊണ്ടുപോയെന്നാണ് എൻ്റെ ഓർമ്മ. അന്ന് പനിയൊക്കെയായിരുന്നു. ഇത്തവണ പക്ഷേ ഗ്യാസിൻ്റെ വിഷയമൊക്കെ നമ്മൾ ആദ്യം കൊണ്ടുപോയത്. ഇപ്പോൾ അതൊരു ചൂട് കുറഞ്ഞില്ലേ? ചൂട് പോയില്ലേ? പോയി. എന്നാ വേഗം കഴിച്ചു. എന്നാ ഫാൻ ഓഫ് ചെയ്തേക്കാം കേട്ടോ. ഇനി ഫാൻ ഓഫ് ചെയ്തു, നല്ല തണുപ്പാ. പിന്നെ അമ്മ കൃത്യമായിട്ട് വിവരമൊന്നും പറയല്ല. അമ്മ പറയുന്ന വിവരങ്ങൾ തണുപ്പും കൂടുതലല്ല. ഫാൻ ഓഫാക്കി. അമ്മ പണ്ട് പോലെ അമ്മ ഇങ്ങനെ വേദന കാര്യങ്ങളൊക്കെ പറയുന്ന കൂട്ടത്തിലാണ്. ഇത് നമുക്ക് അമ്മ പറയുന്നത് എന്താണെന്നുള്ള കാര്യം വ്യക്തമായിട്ട് മനസ്സിലാകുന്നില്ല. എന്നുവെച്ചാൽ അത് സത്യമാണോ, അമ്മയ്ക്ക് അങ്ങനെ വേദന ഉണ്ടോ എന്നൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അമ്മ പണ്ടും അങ്ങനെ പറയുന്നതാണ്. ഓർമ്മയുള്ള കാലം പോലെ അമ്മ പറയുന്നതാണ്. ഇത് അമ്മ എന്നും ഓരോ പാരസെറ്റാമോൾ അത് കഴിക്കുക ചെയ്യുന്നത്. ഇവിടെ എല്ലാവർക്കും അത് അറിയാവുന്ന കാര്യം. എനിക്ക് അതിനോട് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ, എന്ന് ഈ പാരസെറ്റാമോൾ എടുത്ത് കഴിക്കുന്നതിനോട്. പിന്നെ ഇപ്പോഴുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ അമ്മ പറഞ്ഞെന്നുള്ളത് കൃത്യമായിട്ട് വിശ്വസിക്കാനും പറ്റിയില്ല. ആ ഒരു കണ്ടീഷനാണ്. പഴയ ഓർമ്മയിൽ നിന്ന് പറയുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, അല്ലാതെ ഒന്നും അമ്മ പറയുന്നില്ല. ശ്വാസം മുട്ടലാണ് നമ്മ പറയുന്നില്ല, പക്ഷെ ശ്വാസം മുട്ടലിന്റെ ഒന്നും ഇല്ലായിരുന്നു. ശ്വാസം മുട്ടൽ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ, പിന്നെ ലക്ഷണങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ പിന്നെ സ്ഥിരം കാണുന്നത് കൊണ്ട് കാഴ്ചയിലുള്ള ഇതുകൊണ്ടാണ് നമ്മൾ ഓരോന്നിനും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ പനി വരുമ്പോൾ നമുക്കറിയാം കഫക്കെട്ടലും ഒച്ചയടപ്പും ഒക്കെ ഉണ്ടാകുന്നുണ്ട്, പിന്നെ ചൂടുണ്ടാകാറുണ്ട്. അപ്പം അങ്ങനെ കണ്ട് ആണ് ഓരോന്നിനും കൊണ്ടുപോകുന്നത് നമ്മൾ. പിന്നെ എന്തെങ്കിലും സംശയം തോന്നി അപ്പുറത്ത് ചേച്ചിയുടെ അടുത്ത് പോയി ഞാൻ ചോദിച്ചിട്ടാണ് ഞാൻ കാര്യങ്ങൾ ചെയ്യുന്നത്. കൊണ്ടുപോകണോ വേണ്ടാന്ന് പറഞ്ഞാൽ ഞാൻ കൊണ്ടുപോകാറുമില്ല. കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ മാത്രം കൊണ്ടുപോകുന്നത്. പിന്നെ ഞങ്ങൾക്ക് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ആശുപത്രി കൊണ്ടുപോകേണ്ട കേസാണ് നമുക്ക് മനസ്സിലാകുമ്പോൾ നമ്മളത് കൊണ്ടുപോകാറുമുണ്ട്. സ്ഥിരമായിട്ട് നമ്മൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ കാര്യങ്ങൾ കൃത്യമായിട്ട്. ഇന്ന് ചിലപ്പോൾ രാവിലെ അങ്ങോട്ട് ഡൗൺ ആയാലും പിന്നെ അങ്ങോട്ട് ചിലപ്പം ഇതാവും. സാറിന് ചില ദിവസങ്ങൾ അങ്ങനെ കാണാറുണ്ടല്ലോ. ഡോക്ടറിന്റെ അടുത്ത് ചെയ്യുന്നത് ഡോക്ടർ അത്രയും പ്രായമായില്ലേ, ഇനി ഇതൊക്കെ ഉണ്ടാവും എന്നാണ് ഡോക്ടർ പറയുന്നത്. അയ്യോ കഴിക്കണം പറഞ്ഞല്ലേ ഞാൻ ഉണ്ടാക്കി തന്നത്. അയ്യോ അത് പറ്റത്തില്ല. കഴിക്കേ ചിരിച്ചിരി കഴിച്ചോ. മധുരം ഉണ്ടല്ലോ. മധുരമില്ലേ? 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 മധുരം പിന്നെ മധുരമൊക്കെ ഉണ്ട്. മധുരമൊക്കെ ഉണ്ട്. ആ കഴിക്കേ. കഴിച്ചിട്ട് നമുക്ക് ഡോക്ടറെ അടുത്ത് പോകണല്ലോ. അത് കഴിഞ്ഞ് വീട്ടിൽ പോകണ്ടേ? ഇല്ല അത് കഴിക്കേ. പക്ഷെ ഇന്നലെ വൈകിട്ട് കഞ്ഞി കുടിച്ചതാ. വൈകിട്ട് കഞ്ഞി കുടിച്ചതാ. വൈകുന്നേരം ചായയും കുടിച്ച് റസ്കും ഒക്കെ കഴിച്ചതാ. പനിക്കോൾ ഉൾപ്പനി ഉണ്ടായിരുന്നു. പുറമെ പനിയില്ല, പക്ഷെ ഒരു പനിക്കോളിന്റെ ഒരു ക്ഷീണമാണ് കാണിക്കുന്നത്. പനിക്കോളിന്റെ ക്ഷീണമാണ് അമ്മ കാണിക്കുന്നത്. ഡോക്ടർ ഇപ്പോൾ ചെന്ന് കഴിയുമ്പോൾ എന്നാ പറഞ്ഞു, പനിയൊന്നും ടെമ്പറേച്ചർ ഇല്ല ഇല്ലേ? ഡോക്ടർ അതാണ് ചെയ്യുന്നത്. ചെറിയ ഒച്ചടപ്പൊക്കെ ഉണ്ടായിരുന്നു. തളർച്ചയാണ്, ഒരു ക്ഷീണമാണ്. ഇങ്ങനെ അധികം കിടക്കിയല്ലാത്തതാ. അതിന്റെ ഭാഗമായിട്ടാണോ കാലുവേദന വരത്തില്ല? ഇപ്പൊ ഇപ്പോഴത്തെ പനിക്ക് വന്നു കഴിഞ്ഞാൽ കാലുവേദനയും ശരീര പെയിൻസ്. ഇവിടെയൊക്കെ എല്ലാവർക്കും പനി വന്നിട്ട് ഒച്ച ഇല്ലായിരുന്നു, ചുമയോ നിക്കുകയല്ല. പെയിനാണല്ലോ. ചുമയൊന്നും വന്നിട്ടില്ല. അല്ല എന്നാൽ ആ കഴിഞ്ഞ വർഷം ചുമയുണ്ടായിരുന്നു. കഴിക്കും, ബാക്കി കൂടെ കഴിക്കേ. ഇച്ചിരൂടെ കഴിക്കും, ഇച്ചിരൂടെ കഴിക്കാം. നമുക്ക് ഡോക്ടറെ അടുത്ത് പോകണല്ലോ. ഇച്ചിരൂടെ കഴിക്കേ. അമ്മ പറഞ്ഞിട്ടുണ്ടാക്കിയതല്ലേ. അതിനാ വിശപ്പില്ലേ? വിശപ്പ് തോന്നുന്നില്ലേ? ഇച്ചിരൂടെ കഴിച്ചോ. നമുക്ക് എന്നിട്ട് ഡോക്ടറെ അടുത്ത് പോകണം. ഒന്ന് ആശുപത്രിയിലൊന്ന് പോകണം. ഇച്ചിരി കഴിച്ചിട്ട് വേണ്ട പോകാൻ. ഇപ്പോൾ ഇച്ചിരി ക്ഷീണമാണെന്ന് ഇന്നലെ രാവിലെയും കഴിക്കുകയൊക്കെ ചെയ്തതാണ്. ഉച്ചയ്ക്ക് കഞ്ഞി കുടിച്ചില്ല, പക്ഷേ വൈകുന്നേരം ചായയും എല്ലാം അതിൻ്റെ കൂടെ എല്ലാം കഴിക്കുകയെല്ലാം ചെയ്തു. പനിക്കോളിൻ്റേതായിട്ടാണ് തോന്നുന്നത്. രാവിലെ വായിക്ക് രുചിയില്ലെന്ന് തോന്നുന്നു, അതാണെന്ന് തോന്നുന്നു കഴിക്കാത്ത. വിശപ്പ്. ഇപ്പോഴത്തെ പനി വന്ന വായിക്ക് രുചിയില്ലല്ലോ. രാവിലത്തെ BP-യുടെ ഒക്കെ ഗുളിക കൊടുത്തിട്ടുണ്ട്, മറ്റേ വിറ്റാമിൻസിൻ്റെ കൊടുക്കുന്നുണ്ട്. ഇനി അത് സിറപ്പൊക്കെ കഴിക്കുന്നതിൻ്റെ ഒരു ഇതാണോന്നും അറിയത്തില്ല. ഏതെങ്കിലും ഡോക്ടറെ കണ്ടിട്ട് കൺഫേം ആക്കിയിട്ട് കൊടുക്കാമെന്ന് ഓർത്താണ്. കിടക്കാൻ പോകണോ? കിടക്കണോ? എന്നുവെച്ചാൽ ഇത് കഴിക്കേ. ആ കഴിക്കത്തില്ലേ? അതിനാ പറ്റിയേ? ആണോ? ഗ്യാസിൻ്റെ ആണോ? ഗ്യാസിൻ്റെ ഗുളിക തന്നായിരുന്നല്ലോ. കിടക്കണോ? എന്നാൽ ഏറ്റവും കിടക്കാൻ പോയി. ഇത്രയും നേരം കിടക്കുമല്ലായിരുന്നോ? ഇത്രയും നേരം കിടക്കുമല്ലായിരുന്നോ? എണീറ്റതല്ലേ ഉള്ളൂ. വൈകിട്ട് മൊത്തം കിടക്കുമല്ലായിരുന്നോ? വൈകിട്ട് കിടന്ന് ഉറങ്ങുമായിരുന്നു. ഇപ്പം എണീറ്റതേ ഉള്ളൂ. നമ്മൾ രാവിലെ വലുത് വെച്ചല്ലേ ഉള്ളൂ. ഇന്നലെ നന്നായിട്ട് കിടന്നുറങ്ങി.
പോയിട്ട് ഉറക്കമുണ്ട്. വെള്ളം കുടിച്ചോ? ആ വെള്ളം അത് ഞാൻ മരുന്നിൻ്റെ കൂടെ ഇച്ചിരി കൊടുത്തേ ഉള്ളൂ. വാ കഴുകണ്ടേ? ഒന്നും കഴിച്ചില്ല. ഇച്ചിരി കോരി തരട്ടെ? വേണ്ട. ഇച്ചിരി 2 സ്പൂണും കൂടെ. വേണ്ടാഞ്ഞില്ല. 2 സ്പൂണും കൂടെ. വേണ്ടാഞ്ഞില്ല. ഇവിടെ കഴിച്ചോ? മരുന്ന് കഴിക്കുന്നതല്ലേ? മരുന്ന് കഴിക്കുന്നതല്ലേ? അത് മതി. പാനാട്ടണോ? പിന്നെ എനിക്ക് ആ മരുന്നിൻ്റെ ഒക്കെ തന്നെ ആയിരിക്കുന്നേ. BP ശാലം കുറവുണ്ടല്ലോ, അതൊക്കെ ആയിരിക്കും. ക്ഷീണമുണ്ടല്ലോ. ആ അതല്ലേ, 3 ദിവസം ഇന്ന് 4-ാം ദിവസം അതിൻ്റെ ആയിരിക്കും. പിന്നെ അത് മതിയില്ല. ഇന്നലെ വൈകിട്ട് കൊടുത്തില്ല. അതിന്റെ ക്ഷീണമാണെന്ന് എനിക്ക് തോന്നണേ. അത് ആ മൊത്തത്തിൽ നമുക്കൊരു ഇറിറ്റേഷൻ ഉണ്ടാവുമല്ലോ ചില മെഡിസിൻ ചെന്ന് കഴിയുമ്പോഴത്തേനെ, പ്രത്യേകിച്ച് ചില സിറപ്പുകളൊക്കെ. പക്ഷെ ഇന്നലെ പകലിച്ചിരി ചൂടുണ്ടായിരുന്നേ ഉള്ളൂ. അല്ല ഭക്ഷണം ഉച്ചയ്ക്ക് മാത്രമേ കഴിക്കാറുള്ളൂ, ബാക്കി നേരത്തെ അതിൻ്റെ ഭക്ഷണമെല്ലാം കഴിച്ചത്. പനിയൊന്നുമില്ല. BP-യുടെ ശാലം കുറവുണ്ടായിരുന്നല്ലേ? ആക്റ്റീവ് ആകുന്നുണ്ട്. BP-യുടെ വിഷയമാണ് ഇപ്പം. ഇതെങ്ങനെയുണ്ട്? കുഴപ്പമില്ലല്ലേ? അതിപ്പോ ആ BP കുറഞ്ഞ് നിൽക്കുന്നതിൻ്റെ ആയിരിക്കും. ഇന്നാള് നോക്കിയപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്നാളെ എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നല്ലോ. എപ്പോഴും നമ്മുടെ ഹാർട്ട് കുഴപ്പമില്ല, നിൽക്കുന്നുണ്ട്. പക്ഷെ ശ്വാസമുട്ടലിന്റെ ഒരു എയർ എൻട്രി കുറവുണ്ട്. അതാ TB ഒക്കെ വന്ന് പോയതല്ലേ, അതിൻ്റെയൊക്കെ ഒരു പ്രശ്നമുണ്ട്. ഉപ്പിട്ട ഇത് കൊടുത്തോ? പിന്നെ ഇപ്പം റെഡി ആയിക്കോളൂ. ക്ഷീണ 4 ദിവസമായിട്ട് വിറ്റാമിൻ ഗുളിക ഇല്ലല്ലേ അതിൻ്റെ? വിറ്റാമിൻ ഗുളിക പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആകെ ഒരു ദിവസം ഡെയിലി ഒക്കെ ഞങ്ങളൊക്കെ പഠിച്ച കാലത്ത് എല്ലാ ഡോക്ടേഴ്സും എഴുതുന്ന ഒരൊറ്റ ഗുളിക. അത് അതിനകത്ത് ഗ്യാസിന്റെ ഉണ്ട്. ഡെയിലി ഒരെണ്ണം എടുത്താൽ മതി. എന്നിട്ട് നട്ട് കഴിക്കുന്നത്. കൊളസ്ട്രോൾ അവിടെ കൂടെ കൊളസ്ട്രോൾ ആയിട്ടുള്ള വൈകുന്നേരം എത്ര മണിക്കാണ് BP-യുടെ ഗുളിക കഴിക്കുന്നത്? BP-യുടെ കഴിഞ്ഞ ആൾ 8:30 കഞ്ഞിയെ കുടിക്കും. ആ സമയത്ത് കൊടുക്കും. ഞാൻ വരുമ്പോ BP നോക്കിട്ട് നോക്കിട്ട് കൊടുത്താൽ മതി. കൊടുക്കണ്ട, രാവിലെ വൈകുന്നേരം നോക്കിട്ട് കൊടുക്കാം. ഇല്ലേച്ചി കൊടുക്കുന്നുള്ളൂ അവള് BP-യുടെ ഗുളിക അമ്മയ്ക്ക്. വൈകിട്ടില്ല, എനിക്ക് 2 നേരം. അമ്മയ്ക്ക് ഒരു നേരമേ ഉള്ളൂ. രാവിലെ ഒരു ഗുളിക മാത്രമേ ഉള്ളൂ. ചിരി വന്നേ, ചിരി വന്നേ. അമ്മയുടെ രാവിലത്തെ ക്ഷീണമൊക്കെ കഴിഞ്ഞ് വെട്ടം കൊണ്ടിട്ട് മോനെ കണ്ടോ? പ്രഷർ കുറഞ്ഞതിന്റെ ആയിരുന്നു. പ്രഷർ നോർമലായി. അമ്മ ഏറ്റു ചിരിച്ചു അല്ലേ? ആ എലിക്കുട്ടി അമ്മയ്ക്ക് ചേച്ചി വന്നെല്ലാം രാവിലെ ചെക്ക് ചെയ്തു. പ്രഷർ കുറഞ്ഞു പോയായിരുന്നു. അപ്പൊ അപ്പടി ക്ഷീണമായിരുന്നു. ഞങ്ങള് പേടിച്ചു പോയി, എന്നാ പറ്റിയെന്ന് ഓർത്ത്. കുറഞ്ഞു പോയാലും പ്രശ്നവാ. വിഷമാന്നേ. ചേച്ചി വന്ന് രാവിലെ എല്ലാം ചെക്ക് ചെയ്തുകൊണ്ട് പിന്നെ ആശുപത്രി പോക്ക് ഒഴിവായി കിട്ടി. അല്ല ഞങ്ങൾ ആശുപത്രി പോകണമെന്ന് ഓർത്ത് തന്നെ ഇരുന്നു. ആശുപത്രി ചെന്നാലും വലിയ കാര്യമൊന്നും ഇല്ല. അത് ഞാൻ അത് അലക്കാനുള്ളത് അങ്ങ് കൊണ്ടുപോവാ. എനിക്ക് മേലം നടുവിനെല്ലാം വേദനയാ. തന്നെയല്ല ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അമ്മയ്ക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നു വെച്ചാൽ നീ സ്ഥിരം വന്ന് കിടന്നോണ്ടിരുന്നല്ലേ? ഞാനിപ്പോ അമ്മയുടെ അടുത്ത് കുറവായി. എന്നാന്ന് വെച്ചാൽ കിടപ്പം വരും, അമ്മ ഉറങ്ങി കഴിഞ്ഞിട്ടൊക്കെ കിടക്കാൻ വരുന്നത്. എനിക്ക് പിന്നെ അമ്മ കൂടുതൽ സമയം അമ്മയുടെ അടുത്ത് ഇപ്പൊ നിൽക്കാൻ സമയമില്ല. എനിക്ക് വേറെ വീട്ടു ജോലി കൂടി. അതുകൊണ്ട് ഒരു പ്രശ്നം കൂടെ അമ്മയ്ക്കുണ്ടായിരുന്നു, ക്ഷീണം. ഇപ്പം നമ്മുടെ ഇവിടെ ഈ സമയത്ത് സാധാരണ കിടക്കുന്നതല്ലേ. രാവിലത്തെ ചേച്ചി വന്നെല്ലാം നോക്കി കേട്ടോ, യോഗ്യന്നെല്ലാം നോക്കി നിങ്ങൾ കണ്ടല്ലോ. അതുകൊണ്ട് ഇപ്പം
അത്ര സംഭവം നമുക്കറിയാം. പിന്നെ നമ്മൾ ആ വിറ്റമിൻ ഗുളികയൊക്കെ നിർത്തി ഇപ്പം വേറെ വല്ല പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോകുന്നുള്ളൂ. കഴിഞ്ഞ വർഷം ഏതാണ്ട് ഈ സമയത്ത് തന്നെയാണ് അമ്മേനെ ആശുപത്രി കൊണ്ടുപോയത് പനിയായിട്ട്. പിന്നെ അങ്ങനെ ആശുപത്രി കൊണ്ടുപോകും. പിന്നെ അങ്ങനെ ആശുപത്രി കൊണ്ടുപോയിട്ടില്ല. വന്നിട്ടില്ല. നമ്മൾക്ക് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ BP നോക്കി ചേച്ചി പിന്നെ പനിയുടെ ലക്ഷണം കണ്ട പാരസെറ്റമോൾ അങ്ങനെ കൊടുത്ത് ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ കഴിഞ്ഞ ദിവസം ഉണ്ടായത് ചില ക്രിസ്മസ് ആഘോഷത്തിൻ്റെ എല്ലാം കൂടെ ഉള്ള കേക്കും അത് കഴിച്ചതിൻ്റെയൊക്കെ ഒരു പ്രശ്നങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു. പിന്നെ ഇച്ചിരി നടന്നു, അതിലും കൂടുതൽ നടന്നു. സാറ് നടക്കുന്നതിനും കൂടുതൽ ഇച്ചിരി നടന്നു. അതൊക്കെ വേദന വന്നത് ആ ചെരുപ്പിൻ്റെയും കാണും. എൻ്റെ ഹീലുള്ള ചെരുപ്പില്ലായിരുന്നത്, അതിൻ്റെ ആയിരിക്കും. അതും കൂടെ കാണും. പിന്നെ ചെരുപ്പാ. പിന്നെ അതന്നെയല്ല ചോദിക്കും ഇപ്പൊ കാലിന് വേദനയാണോ? എലിക്കുട്ടിയമ്മയ്ക്ക് കാലിന് വേദനയില്ലായിരുന്നോ? പോയോ ഇപ്പൊ? പിന്നെ 2 ദിവസമായി. 2-3 മാസല്ലേ? 2-3 മാസം എങ്ങനെയാ പറഞ്ഞേ? 2-3 മാസാണോ 2-3 ദിവസാണോ? ദിവസാണോ മാസാണോ കാല് വേദന വന്നത്? അഞ്ചാറ് മാസമായല്ലേ? പിന്നെ വേറെ കാര്യമുണ്ട്. ഇപ്പൊ ഇടയ്ക്ക് ചെരുപ്പിട്ട് നടക്കുന്ന കാര്യം മറന്നു പോകുന്നുണ്ട്. അപ്പോൾ വാദത്തിന്റെ ഒരു പ്രശ്നം ഉണ്ടാകും. ചെരുപ്പിടാതെ നടക്കുമ്പോൾ ചിരട്ട് നടക്കാൻ വരുമ്പം അതിൻ്റെതായ ഒരു കുഴപ്പം കൂടെ ഒക്കെ കാണുന്നുണ്ട്. വിശക്കുന്നുണ്ടോ? വിശക്കുമ്പോ പറയണം കേട്ടോ. കഞ്ഞി കുടിക്കാം നമുക്ക്. കഞ്ഞി കുടിക്കാറായിക്കൊണ്ടിരിക്കുക. പൊടിയരിക്കഞ്ഞിയുണ്ട്. ഇച്ചിരി ശർക്കര ഇട്ടാൻ കൊടുക്കുവാനെ പാച്ചോറായാൻ ഇഷ്ടായിരുന്നു. ശരിയാ. ഇച്ചിരി അവിടെ ശർക്കര ഉണ്ടോ? പൊടി ശർക്കര ഉണ്ടോ? ശർക്കര ആണെങ്കിലായിരിക്കും. ശർക്കര മേടിക്കാം. രാത്രി ഒന്നും ആയില്ല. ഉച്ചയാകുന്നേ ഉള്ളു. സമയം ഇപ്പൊ എന്നായാ? 11:45. അത് അമ്മയുടെ പുതപ്പ്. ഒരു പുതപ്പ്. ആ തുണിയുടെ കെട്ട് അമ്മ തന്നെ പുതപ്പെ കെട്ടി വെച്ചിരുന്നതാ. ഞാൻ ആ കെട്ട് അഴിച്ചതാ. കുഞ്ഞു കെട്ടി പെട്ടിക്കകത്ത് വെച്ചിരുന്നതാ. അത് കെട്ടി വെച്ചിരുന്നതാ. ആ പുതപ്പ് അതെ. അതെ. അവിടെ ഇവിടെ കയറി. ഇത് ഈ പുതപ്പാണ് അവിടെ ഷീറ്റായി, ബെഡ്ഷീറ്റാക്കി. അത് അന്ന് പോലെ അങ്ങനെ വിരിച്ചിടാൻ തുടങ്ങി. അത് കിടക്കാൻ സുഖമുണ്ടേ. മയമുണ്ട്. അതുകൊണ്ട് ആ മയത്തിൽ അങ്ങ് കിടക്കുവാണ്. അതിന് വ്യത്യാസമുണ്ട്. അത് പിന്നെ ഓസ്ട്രേലിയയിൽ നിന്ന് വന്നതല്ലേ. അപ്പൊ അതിന് വ്യത്യാസമുണ്ട്. കേരളത്തിലെ അല്ലല്ലോ. അതിന് ഗുണമില്ലല്ലേ? അപ്പൊ മക്കളെയൊക്കെ പറയും ഓസ്ട്രേലിയക്ക് വിടാം. വിശക്കുന്നുണ്ടാ? വിശക്കാൻ തുടങ്ങിയാ? അല്ല കഴിച്ചില്ലേ? കുടിയിരിക്കഞ്ഞി കുടിച്ചോ? 5-6 സ്പൂൺ കഴിച്ചിട്ടുണ്ട്. എന്നും പതിവ് പോലെ കഴിക്കുന്ന പോലെ കഴിച്ചിട്ടുണ്ട്. ഒരു പഴം തിന്നു. അത് 2 പഴം. എത്തപ്പഴം കൊടുക്കണം ഒരെണ്ണം. അതിപ്പോ ഇച്ചിരി വേണമെങ്കിൽ പിന്നെ കൊടുത്താൽ മതി. ഇപ്പം വേണ്ടെന്നല്ല പറയണേ. അപ്പൊ അമ്മ വിശക്കുമ്പോ അമ്മ പറഞ്ഞല്ലേ, ഇറങ്ങി വരുന്നതല്ലേ. അത് കഴുകാനുള്ളതാമേ, കഴുകാനുള്ളതാന്ന്. ഞാനിപ്പൊ അങ്ങോട്ട് ഇന്ന് ഇട്ടെന്നേ ഉള്ളു. എനിക്കും മേലെന്നേ. എന്റെ ഇനി ഇന്ന് റെസ്റ്റ് എടുത്തെടുത്തെല്ലാം ശരിയായി. നല്ല വെയിലാ പുറത്ത്, നല്ല വെയിലാ. തണുപ്പുവാ ജോമാനെ. പുറത്ത് വെയിലുണ്ടല്ലോ. എനിക്ക് തണുപ്പാ. തണുപ്പുണ്ട് വെയിലുണ്ട്. നല്ല ചൂടാണ്. പക്ഷെ വൈകുന്നേരം ആകുമ്പോൾ നല്ല തണുപ്പാകുമല്ലേ. ഉണ്ടോ? നേരത്തെ അമ്മ എന്നതായിരുന്നു കുറച്ച് മുമ്പത്തെ. അതാണ് ഞാൻ പറയുന്നത്. നിങ്ങളെല്ലാവരും ഭയപ്പെടുന്ന പോലെയല്ല കാര്യങ്ങൾ. അമ്മയ്ക്ക് ഓരോ സിംറ്റംസ് ഉണ്ട്. ഓരോ കാര്യങ്ങൾക്കും ആ സിംറ്റംസ് നോക്കിയാൽ കൃത്യമായിട്ട് വിവരം അറിയാം. ശ്രദ്ധിക്കാത്തതുകൊണ്ടുള്ള കുഴപ്പമാണ് ഉണ്ടാകുന്നത്. പുതക്കുന്നില്ലേ? മടക്കി വെക്കണോ? മടക്കി വെക്കാൻ പോകണോ? മുടി വെട്ടിക്കളഞ്ഞേക്കായിരുന്നു. മുടി ശാലം ക്രോപ്പ് ചെയ്തിടാം. കുറച്ച് മടക്കി വെക്കുവാണോ? മടക്കി വെക്കുവാണോ? മടക്കി വെക്കുവാണോന്ന്? ആ അല്ല രാവിലെ രാവിലെ എടുത്ത് പതപ്പിച്ചതാ. ഇവരെല്ലാം പേടിച്ചു പോയി. നമ്മുടെ പരിപാടി തന്നെയൊക്കെ എനിക്കറിയാവുന്നല്ലേ. അമ്മേനെ ഞാൻ നിരീക്ഷിച്ചിടത്തോളം ഇവരും നിരീക്ഷിക്കുന്നുണ്ടോ? അമ്മ വീട്ടിലോട്ട് ഇല്ലെന്തായാലും ഭയങ്കര നിരീക്ഷണമാന്നാ പറഞ്ഞ അമ്മേനെ. അമ്മേനെ വീട്ടിലോട്ട് കാണാനും ഇല്ല, ഭയങ്കര നിരീക്ഷണമാന്ന്. അമ്മേനെ നോക്കിക്കൊണ്ടിരിക്കുവാന്ന്. നീ നോക്കിക്കൊണ്ടിരിക്കുവാന്ന് എപ്പോഴും. ഇഷ്ടമായിട്ടല്ലേ നോക്കണേ? നോക്കിക്കൊണ്ടിരിക്കുവാന്ന് എപ്പോഴും. എങ്ങനെയാ നോക്കണേന്ന് ചോദിച്ചാൽ എപ്പോഴും എന്നെ ജോമോൻ ഇവിടെ ഇല്ലേലും ഇല്ലേ അമ്മേനെ എങ്ങനെ എപ്പോഴും കണ്ടോണ്ടിരിക്കണേന്ന് ചോദിച്ചേ. നമ്മള് ക്യാമറ കണ്ടോണ്ടിരിക്കുമല്ലേ?
എപ്പോഴും എങ്ങനെയാ കണ്ടോണ്ടിരിക്കണേന്ന് ചോദിച്ചേ. നീ ഇവിടെ ഇരിക്കുന്നില്ലല്ലോ, എന്നിട്ട് എപ്പോഴും എന്നെ എങ്ങനെയാ കണ്ടോണ്ടിരിക്കണേന്ന് ചോദിച്ചേ. കണ്ടോണ്ടിരിക്കണോ? ആ ഇപ്പൊ അവരോരോ ഇഷ്ടമായി കണ്ടോണ്ടിരിക്കണത് അല്ലേ? കിടക്കാൻ വലിയ ഇതയാവും. വീട്ടിൽ നിന്ന് ആര് വരാനാ? ഞാൻ കിടന്നാ പോരെ? ഞാൻ കിടന്നാ പോരെ? ഇപ്പൊ ഞാനൊന്നും വേണ്ടായിരിക്കും. ഇങ്ങനെയാണോ? ഞാൻ വേണ്ടേ? ആരായാലും കുഴപ്പമില്ല, ആര് കിടന്നാലും ഇരിക്കാനാ. എന്നാ ഇതിവിടെ കിടക്കട്ടെ, ഇപ്പൊ ഓടും. ഞാൻ കിടന്നേക്കാം. ഞാൻ കിടന്നേക്കാം. ഞാനോ? ആ അതിന്റെ ഞാനൊന്നും കിടക്കണ്ട. ആ യോബോന് കണ്ടോ, ആര് കിടന്നാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ടോ. ആര്? അമ്മ പറഞ്ഞില്ലേ? അത് പിന്നെ പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങൾ തന്നെ ആ എന്നാ പിന്നെ അങ്ങനെ പറയണം, അല്ലെ പിന്നെ അത് ചാടി കിടക്കും. ആണുങ്ങളും ആയിട്ടും കിടന്നോണം. കിടക്കണം. ആ വിലയും അവനവന്റെ വിലയും തന്നെ ഇപ്പൊ. ആ ഇത് നമ്മുടെ മകനല്ലേ, അതിനോർത്തോണ്ട് തന്നെ കിടക്കുന്നോർത്തോണ്ട് തന്നെ കുഴപ്പം. എലിക്കുട്ടിയമ്മേ, എലിക്കുട്ടിയമ്മയുടെ ആ മകൻ കിടന്നോർത്തോണ്ട് എന്നാ കുഴപ്പം? എന്നാ എലിക്കുട്ടിയമ്മയുടെ മകൻ കൂടെ കിടന്നോർത്തോണ്ട് എന്നാ കുഴപ്പം? ആര്? എലിക്കുട്ടിയമ്മയുടെ മകനല്ലേ ഇത്? കുഴപ്പമില്ല. അതാ ഞാൻ ചോദിച്ചേ, എന്നാ കുഴപ്പം? എന്നാ കുഴപ്പം? കുഴപ്പമൊന്നുമില്ല. അപ്പൊ കുഴപ്പം മറ്റു വെച്ചാലോ? അപ്പൊ കുഴപ്പമൊക്കെ വരട്ടി വെക്കണല്ലോ. അതെ 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 അതെ, കുഴപ്പമൊക്കെ അല്ലല്ലല്ല, വരുത്തി വെക്കുന്നതാ. കുഴപ്പങ്ങളൊന്നും തന്നെ വയ്യല്ല, എല്ലാം ഓരോരുത്തരും ഉണ്ടാക്കി വെക്കുന്ന. മയങ്ങുവാണോ? മയങ്ങാൻ പോവാണോ? ഉറക്കം വരുമെന്ന് അറിയട്ടെ. ആ ഒക്കെ വരുവാണെന്ന് ഉറങ്ങ്, വിളിച്ചു കഴിയുമ്പോൾ കഞ്ഞി കുടിക്കാം. ഞാൻ കുറുപ്പന്തറ വരെ പോയിട്ട് വരാം. ഇച്ചിരേ ഉള്ളൂ. അമ്മക്ക് ഇഷ്ടപ്പെട്ടത്. അമ്മ നോക്കിക്കേ മധുരം ഉണ്ടോന്ന്. മധുരം ഉള്ളതാണോ നോക്കി. അവിടെ ഇരിക്കേ. മധുരം ഉണ്ടോ നോക്കട്ടെ. മധുരം ഉണ്ടോ നോക്കട്ടെ, അന്ന് തിരിക്കാം. ഇഷ്ടമില്ല, അവിടെ ഇരുന്നോ. ആ അപ്പം അമ്മ രാവിലെ ശകലം കഴിച്ചുള്ളൂ, എല്ലാം ഏകദേശം റെഡി. ഇപ്പോൾ ഉച്ചയായപ്പോഴത്തേനും ഞങ്ങൾ എന്നാ പാച്ചോറ് കഞ്ഞിയാണ് കൊടുക്കുന്നത്. ഞുറുക്കരി കൊണ്ടുള്ള പാച്ചോറ് കഞ്ഞിയാണ്. അല്ലല്ലേ, മധുരം ഉണ്ടെങ്കിലേ കഴിക്കുകയുള്ളൂ. ഇപ്പം ഈ വായയുടെ രുചിയൊക്കെ ഒന്ന് മാറി വരണ്ടേ. കഴിച്ചോ കഴിച്ചോ കഴിച്ചോ. അല്ലാണോ? രുചിയുണ്ടോ? മധുരം രുചിയുണ്ടോ? കേൾക്കുന്നില്ല. മധുരം രുചിയുണ്ടോന്ന്? ഉണ്ടല്ലേ. ആ ഇഷ്ടപ്പെട്ടില്ലല്ലോ. മരുന്ന് കഴിച്ചോ? ഞാൻ ഇച്ചിരി പണിയുണ്ട്, അങ്ങ് മാറുക. അവിടെ നിന്ന് ജെല്ലടയ്ക്കാൻ വന്നായിരുന്നു. ആ പുറത്ത് പണിതുകൊണ്ടിരുന്നു. പുറത്ത് പണിതുകൊണ്ടിരുന്നു. കുടിച്ചോ? അത് പെട്ടെന്ന് കഴിച്ചോ. എനിക്ക് വേണ്ടി ഇത് അമ്മയ്ക്ക് ഉണ്ടാക്കിയതാ. ആ ഈ മധുരം ഇട്ടിട്ട് ഞാൻ ഈ കഞ്ഞിയൊന്നും കുടിക്കുകയല്ല. മധുരം ഇട്ട കഞ്ഞിയൊന്നും ഞാൻ കുടിക്കുകയല്ലമ്മേ. പിന്നെ പാച്ചോറ്. പിന്നെ എന്നതാമേ ഉണ്ടോ? അമ്മയ്ക്കെല്ലാം കൃത്യമായി മനസ്സിലായി. അരിക്കുട്ടിയെ പറ്റിക്കാന്ന് ആരും വിചാരിക്കണ്ട. ഞുറുക്കരി പായസം അല്ലേ? ഞുറുക്കരി ശർക്കര പായസം കഴിച്ചോ? ഇന്നലെ ഉച്ചയ്ക്ക് പോയി കഴിച്ചില്ല, വൈകുന്നേരം കഴിച്ചേ. എവിടെ ഇരുന്നാ? ആ അവർ കണ്ടതല്ല, അവർ വേറെ കഴിക്കുന്നതാ. ആ അമ്മ ഇവിടെ കഴിച്ചോ. ഇത് കഴിക്കേ. അവരവിടെ പോക്കോട്ടെ, അമ്മ കഴിച്ചോ, അവരും കഴിക്കുക. അമ്മയും കൂടെ കഴിച്ചോ. ടി വിക്കകത്തെ കാര്യമാണ് പറഞ്ഞത്. ടി വിക്കകത്ത് ഒരു ചാനലിനകത്ത് കാണുന്ന കാര്യമാണ് അമ്മ പറയുന്നത്. അതൊക്കെ നോക്കിയിരിക്കുന്നത്. അതാണ്. ഞാൻ അപ്പുറത്തോട്ട് പോകാം, പണിയുണ്ട്. പേലിക്കുട്ടിയമ്മ കഞ്ഞി കുടിച്ചാ? മധുരക്കഞ്ഞി കുടിച്ചാ? ഇല്ലേ? ആ
പിന്നെ വാന്തോ അതൊരു എന്താ പറയാ ഒരു വായിക്ക് രുചിയില്ലാഞ്ഞിട്ടൊക്കെ ആയിരിക്കും. പിന്നെ ഞാനൊരു ഏത്തപ്പഴം എടുത്തു കൊടുത്തു. എന്തെങ്കിലും കഴിച്ചാൽ മതി, പിന്നെ അത് മതി, ഇഷ്ടമുള്ള കഴിച്ചാൽ നിർബന്ധിച്ചൊന്നും കഴിപ്പിക്കാറില്ലല്ലോ. രുചിയില്ല, വിശപ്പില്ലാതെ അവർക്ക് ഇഷ്ടമുള്ള എന്താന്ന് വെച്ചാൽ കഴിക്കട്ടെ. ഇവിടെ കണ്ട പിള്ളേരൊക്കെ പനി വരുമ്പോ മിക്സർ മേടിച്ച് തിന്നാ കണ്ടിട്ടില്ലേ? ഇഷ്ടമുള്ള എന്താന്ന് വെച്ചാൽ അല്ല, ഫ്രൂട്ട്സ് കഴിക്കുന്ന നല്ലത്, ശരീരത്തിന് നല്ലത്. കഞ്ഞി കുറച്ചേ കുടിച്ചുള്ളൂ, ബാക്കി ഒരു ഏത്തപ്പഴം അമ്മ കഴിച്ചിട്ടുണ്ട്. നമ്മുടെ മേലാഴിക കുറഞ്ഞു വരുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകളാണ്. എല്ലാവരും അമ്മയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. അമ്മ നിങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഇന്നലെ രാവിലെ പ്രാർത്ഥിച്ചായിരുന്നു, പിന്നെ മൂടങ്ങ് മാറി. ഇന്ന് രാവിലെ തീരെ മടുപ്പായിരുന്നു. വെള്ളം കുടിച്ചോ? വെള്ളം കുടിച്ചോ? വെള്ളം കുടിക്കാം, ഗുളികയെല്ലാം കഴിച്ചല്ലേ. ഇന്നലെ ഉച്ചയ്ക്കാണ് അമ്മ ചോറുണ്ടില്ലായിരുന്നു അല്ലേ? ഇന്നലെ ചോറുണ്ടില്ല, പിന്നെ കഴിച്ചു. രാവിലെ കുടി. ചെറിയ കപ്പ് എന്തി അമ്മയുടെ കപ്പ് അത് കണ്ടില്ലല്ലോ. അത് അവിടെ അങ്ങനെ കാണും. നമ്മുടെ വല്ല കൂടിനകത്ത് പോലെ ഇട്ട് വെച്ചിട്ടുണ്ടോ നോക്ക്, അല്ലെ ഇപ്പം ആരും കൊണ്ടുപോകാനായിട്ടാ. കൈ കഴിക്കൊന്നെങ്കിൽ കൈ കഴുകാൻ കയ്യിലൊന്നും പറ്റിയിട്ടില്ല, സ്പൂൺ കൊണ്ടൊക്കെ കഴിച്ചത്. വാ കഴിക്കോ, വാ ഇങ്ങോട്ട് വാ കഴിക്കോ. കൈ കഴുകിയില്ലെങ്കിലും കുഴപ്പമില്ല. എന്നിട്ട് മുട്ടായി എടുത്ത് തിന്നോ കേട്ടോ. ഇവൻ എന്നാ പുട്ടാണ് കഴിക്കുന്നത്? ഞാൻ കഞ്ഞി വെച്ചില്ല, ചോറ് വെച്ചില്ല, അമ്മയ്ക്ക് പൊടിയേരി വെച്ചു. പിന്നെ ഇവിടെ ചോറ് ചാരം കുടിക്കാനുള്ള ജോമ കഴിക്കുന്നില്ല. പിന്നെ രാവിലെ പുട്ടുണ്ടാക്കിയ കൂട്ടി മിച്ച ഇരിപ്പുണ്ടായിരുന്നു, അതാ അതുകൊണ്ട് ഞാൻ വൈകുന്നേരം ഇനി വെക്കുന്നുള്ളൂ. എന്നാ പറ്റി? അന്വേഷിക്കാൻ ആരും ഇല്ലെന്നോ? ആ ആ എത്ര ദിവസമായെന്നറിയാം മേലാതെയായിട്ട്. ഇതൊക്കെ കൊണ്ട് ആർപ്പെടാൻ വെച്ചോണ്ടിരുന്നു. ആരും വീട്ടിൽ കാണുകയില്ല. ആണോ? എന്തെങ്കിലും ഇച്ചിരി പണിയായാലും എടുത്തോണ്ടിരിക്കണം. ആണോ? വായി വന്നപ്പോൾ ഒന്നും മേല, പണിയാനൊന്നും മേലല്ലേ? ഒന്നും ഒതുക്കാനും മേല, നടക്കാനും മേല, ഓർമ്മയില്ല ഒന്നും. ഞാൻ എന്നാ ചെയ്യും? അമ്മ ഒന്നും ചെയ്യണ്ട. അമ്മ ഒന്നും ചെയ്യണ്ട, അമ്മ അവിടെ കിടന്നോ. അമ്മ ഒന്നും ചെയ്യണ്ട. പിന്നെ എങ്ങനെയാ ഒരു കുടുംബമല്ലേ? അത് ഞാൻ ചെയ്തോളാം, ഞാൻ ചെയ്തോളാം. എന്തെല്ലാം കാര്യങ്ങളുണ്ട്. ഇപ്പം മേലാതിരിക്കുമ്പോൾ നമ്മൾ വല്ലതും ചെയ്യാൻ പറ്റുമോ? നമ്മൾ കിടക്കുക, മരുന്ന് കഴിക്കുക, അതൊക്കെ ചെയ്താൽ മതി. മരുന്നൊക്കെ കഴിക്കാത്ത ശേഷം ഉണ്ടെന്നേ, മരുന്ന് കഴിച്ച് കുറവുണ്ടല്ലോ. കുറവുണ്ടായിരുന്നു, പിന്നെ ഇച്ചിരി മരുന്ന് കൂടിപ്പോയത് കൊണ്ടുള്ള കുഴപ്പമാണെന്ന് തോന്നുന്നു കേട്ടോ. ഇപ്പം എല്ലാം ഓക്കെ ആയിക്കോളും. ആരെങ്കിലും ഒന്ന് സഹായിക്കാനുണ്ടെങ്കിൽ. എന്നാത്തിനാ അമ്മ സഹായിക്കേണ്ടത്? ആരെങ്കിലും ഒന്ന് സഹായിക്കാനുണ്ടെങ്കിൽ ഉള്ളത്. വീട്ടുപണിയൊക്കെ അമ്മ തന്നെയല്ലേ? അപ്പൊ അമ്മനെ വീട്ടുപണിയൊന്നും സഹായിക്കാൻ വീട്ടുപണിക്ക് സഹായിക്കാനുണ്ടല്ലോ. എന്തെല്ലാം കാര്യം എടുക്കണം. ഞാനുണ്ടല്ലോ ഇപ്പൊ. ആടുണ്ട്, പശുവുണ്ട്, കോഴിയുണ്ട് അല്ലേ? പന്നിയുണ്ട്. അതുങ്ങളൊക്കെ എങ്ങോട്ട് പോയാൽ? പന്നിയും പശുവൊക്കെയാ? പന്നിയും പശുവൊക്കെയാണോ? പള്ളിയോ? പന്നി, പശു, ആട്, പിള്ളേരാണോ? ഏത് പിള്ളേരാ? എന്റെ മക്കള്. ഏതൊക്കെയാ? വീരായി പറ്റും. വിവീന പഠിക്കാൻ പോയില്ലേ? വിവാനുണ്ട്. വിവാനും അവിടെ വന്ന് കിടപ്പുണ്ട്. 4 പേരുണ്ട്. അമ്മയ്ക്ക് 4 പേരുണ്ട് അല്ലേ? അതൊക്കെ ശരിയാ പറഞ്ഞ, പക്ഷെ പേര് മാറിപ്പോയി. വിവീനെ അമ്മ എപ്പോഴും ഓർക്കുന്നുള്ളൂ, അതുകൊണ്ടാണ്. ഇപ്പോഴും ഓർമ്മ നിൽക്കുന്നത് ചെറുപ്പം അവരല്ലേ, പിള്ളേരായിട്ട് കാണുന്ന അവരല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ്. എന്നാൽ കുറച്ചു നേരം കിടന്നോ, നമുക്ക് ക്ഷീണമൊക്കെ മാറിയിട്ടേ പണിയാം കേട്ടോ. ക്ഷീണമൊക്കെ ആയിട്ട് മാറിയിട്ടേ പണിയൊക്കെ ചെയ്യാം. നമുക്ക് വേറെ ആളെ വിളിച്ചാക്കാം, ആരെങ്കിലും. അടുക്കളപ്പണി ചെയ്താൽ പോരെ? അടുക്കളപ്പണി ചെയ്യാനാണോ ആളെ വിളിക്കണ്ടേ വേണ്ടത്, സഹായിക്കാൻ? അടുക്കളപ്പണിക്ക് ആരെങ്കിലും വിളിക്കാന്ന് നിൽക്കാനായിട്ട് വിളിക്കാൻ പറ്റും. അമ്മയുടെ കാലത്തൊന്നും അമ്മ ചെയ്യിപ്പിച്ചിട്ടില്ല. പറ്റാവുന്നതൊക്കെ അവരൊന്നും തന്നെ ചത്ത് കിടന്ന് പണിയായത്. ഒരാളെ സ്ഥിരം നിർത്താൻ പറ്റുമോ? എവിടെ കൊടുക്കുമല്ലേ കാശൊക്കെ? അവർക്കും ഇല്ല ജോലിയൊക്കെ, കുടുംബമൊക്കെ. എന്നാ കിടന്നോ, ഇന്നത്തെ പണിയൊക്കെ കഴിഞ്ഞില്ലേ? ഇന്നത്തെ പണിയൊക്കെ കഴിഞ്ഞല്ലോ. ഇനിയുണ്ട്. ഉണ്ടോ? ഇനിയെന്നാ ചെയ്യാനുള്ളേ? അത്താഴം വെച്ചിട്ടില്ല. എല്ലാം പണിയുണ്ട്. അത്താഴം വെച്ചിട്ടില്ല, തുണി മുടക്കാനുണ്ട്, പെറക്കിയെടുത്തോണ്ട് വരാനുണ്ട്. ഒന്നും ആയില്ലല്ലോ. ആണോ? ഒന്നും ആയില്ലോ. എന്നാ നമുക്ക് നോക്കാം. ബാക്കി ആ മക്കളൊക്കെ വരുമ്പോഴത്തേനേ അവരെ കൊണ്ട് ചെയ്യിക്കാം കേട്ടാ.
ആമക്കളൊക്കെ വരുവല്ലേ പിള്ളേരെ? മക്കളെ വരികയല്ലേ പിള്ളേരെ? 4 മണിയാകുമ്പോഴോ ആ സ്കൂളിൽ നിന്ന് വരുമ്പോൾ കഴിയുമ്പോൾ ചെയ്യാം. പറയാൻ പറ്റിയത് ആ അന്നേ വന്ന് പറയും. അതിൻ്റെ സ്കൂളിൽ പോയല്ലേ? ഒരു പള്ളിക്കൂടത്തിൽ നിന്ന് വന്നു കഴിയുമ്പോൾ അവരെ കൊണ്ട് ചെയ്യിക്കാം. ആരാ? പള്ളിക്കൂടത്തിൽ നിന്ന് വന്നു കഴിയുമ്പോഴേ അവരെ കൊണ്ട് ചെയ്യിക്കാന്ന്. എന്നതാണോ എനിക്കൊന്നും മനസ്സിലാകാം ഇല്ലേ? ആ എന്നാ കടന്നു വന്ന് വാങ്ങിക്കോ കേട്ടോ. നേരത്തെ എല്ലാം റെഡിയാവും. എലിക്കുട്ടിയമ്മയുടെ ചായ കുടി സമയമാണ്. ഞങ്ങളെല്ലാവരും ചായ കുടിക്കുന്ന സമയമാണ് ഇപ്പം. എലിക്കുട്ടിയമ്മ റസ്ക്കും ചായയും കൂടെ കുടിക്കുവാണ്. മുഖമൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്നുണ്ട്. രാവിലത്തേക്കാലൊക്കെ തെളിഞ്ഞു. നിങ്ങൾ നോക്കിയിട്ടൊന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെയുണ്ടൊന്ന് ചൂടുണ്ടോ ചായക്ക്? ചായ ഒത്തിരി അമ്മയ്ക്ക് കുടിക്കാനാ, വെള്ളമായിട്ട് ഇച്ചിരി കുടിക്കും കൂടുതൽ. വിറ്റാമിൻ ഗുളിയൊക്കെ കഴിച്ചപ്പം വെള്ളം കൂടുതൽ കുടിക്കണമെന്നാണ് പറഞ്ഞത്. ഭക്ഷണം കൂടുതൽ കഴിക്കണമെന്നൊക്കെയാണ് പറഞ്ഞത്. അമ്മ അതൊക്കെ കുറവാണ് കഴിച്ചതെന്ന് പറഞ്ഞു. അമ്മ വൈറ്റമിൻസ് എടുത്തപ്പം ഭക്ഷണം കുറഞ്ഞു പോയി. വിശപ്പില്ലാണ്ടായി പോയി. വിശപ്പ് അമ്മയ്ക്ക് ഒരു മൾട്ടി വിറ്റാമിൻ കൊടുക്കുന്നുണ്ടായിരുന്നു. അത് കൂടാതെ ഇട്ടതാ. എല്ലാ വൈറ്റമിൻസും കൂടെ ചെന്നപ്പം പണി കിട്ടിയ പോലെ. നമ്മളതുകൊണ്ട് മറ്റേ നല്ല അത് നമ്മൾ കൊടുക്കുന്നില്ലായിരുന്നല്ലോ. ഇത് വന്നപ്പോൾ നമ്മളിത് കൊടുക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. അത് മതിയായിരുന്നു. അത് കൊടുക്കുന്നുണ്ട് നമ്മൾ പറഞ്ഞായിരുന്നു. അതിൽ നിന്ന് ബാക്കി എല്ലാം കൂടെ വന്നപ്പോഴത്തേനെ അത് വണ്ടി കൊണ്ട് വരുമോ? വണ്ടി കൊണ്ട് വരുമോ ജോമോനെ? ആരാ? ജോമോനാണോ വണ്ടി കൊണ്ട് വരണ്ടേ? അവര് ആരെങ്കിലും? ആ ജോമോൻ. ജോമോനല്ലേ ഉള്ളു ഇപ്പം. അവിടെ 2-3 പേരില്ലേ? 3 പേരുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ജോമോനല്ലേ വരാനുള്ളൂ. ഇങ്ങനല്ലേ അമ്മേ? അപ്പൊ ജോമോനെ വിളിക്കാം ഇല്ലെങ്കിൽ അല്ലേ? സമയമുണ്ടോ? പിന്നെ ഈ ആളോടൊന്ന് ചോദിച്ചേ, എന്നെ ഒന്ന് വീട്ടിൽ കൊണ്ടേ ആക്കാവോ എന്ന്. എന്നാ പറയൂന്ന് അറിയട്ടെ. ചോദിച്ചേ. നീ വിളിച്ചാൽ മതി. നീ വിളിക്കാവുള്ളൂ. ഒരു കാര്യം പറയാം. അതിന് അമ്മ വിളിച്ചാ പറയത്തില്ല. അമ്മ കഴിഞ്ഞല്ലേ ഞാനുള്ളൂ. എന്തമ്മ? അമ്മ കഴിഞ്ഞല്ലേ ഞാനുള്ളൂ. ഞാൻ ഇന്നാള് വന്നതല്ലേ? ഞാൻ ഇന്നാള് വന്നതല്ലേ? അമ്മയ്ക്ക് അങ്ങനെ ചോദിക്കാൻ കഴിയില്ല ആരോടും. നമുക്കൊന്നും കഴിയില്ല. ആരെങ്കിലും അറിഞ്ഞു കൊടുത്താൽ സ്വീകരിക്കും. അത്രേ ഉള്ളൂ. അല്ല ചോദിച്ചൊന്നും അമ്മ മേടിക്കില്ല. അല്ല എന്നെ കൊണ്ടാവോന്നൊന്നും അമ്മ ചോദിക്കുക. അമ്മയുടെ മക്കളുടെ സ്വഭാവം അതൊക്കെ തന്നെയാ അല്ലേ? ആരോടും ചോദിച്ചു മേടിക്കുന്ന സ്വഭാവമൊന്നുമില്ല. ആരെങ്കിലും തന്നാ വാങ്ങിക്കും. എന്തെങ്കിലും ആവശ്യമുണ്ട് ഞാൻ എൻ്റെ സഹോദരങ്ങളോടൊക്കെ ചോദിക്കും കേട്ടോ. അപ്പനും അമ്മയോടൊക്കെ. ഇനി ഞാൻ മറച്ചു വെക്കത്തില്ല. അമ്മയുടെ മക്കളും അങ്ങനെയൊക്കെ തന്നെ. എന്നെ സഹായിച്ചില്ലെങ്കിലും എനിക്ക് ബുദ്ധിമുട്ടുമുണ്ട്. ഈ സഹോദരങ്ങളോടൊക്കെ എനിക്ക് തോന്നാറുമുണ്ട്. എനിക്ക് ഇതല്ലേ ഉള്ളു കഴിവുള്ളൂ. അപ്പൊ എന്നെ ഒന്ന് സഹായിച്ചു കൂടെ ഉള്ളവർ എന്ന് ഞാൻ വിചാരിക്കാറുണ്ട്. എനിക്ക് സങ്കടവും വരാറുണ്ട് ചെയ്തില്ലെങ്കിൽ. അമ്മ അതുകൊണ്ടാണ് അടുത്തിരുന്ന ആളോട് പോലും ചോദിക്കാൻ അമ്മ റെഡിയല്ല. നീ ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞത്. അമ്മയ്ക്ക് അത് ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ്. അതിനറിയാം നിങ്ങളൊക്കെ ചെയ്തില്ലെങ്കിലോ എന്ന് ഓർത്തിട്ടാ. അങ്ങനെ ഒരു വിഷമമുണ്ട് എല്ലാവരുടെയും മനസ്സിൽ. നമ്മൾ ചോദിച്ചിട്ട് നമുക്ക് കിട്ടിയില്ലെങ്കിലോ എന്ന് ഓർത്ത് നമ്മൾ ചോദിക്കാതിരിക്കുന്ന ഒത്തിരി പേരുണ്ട്. ജോമോൻ ഒരു പ്രാവശ്യം എന്താ കാര്യം ജോമോനോട് ഞാൻ പറഞ്ഞപ്പം ജോമോൻ എന്നോട് പറഞ്ഞില്ലേ ചോദിച്ചിട്ട് തന്നില്ലെങ്കിലോ എന്ന്. ചോദിച്ചിട്ട് തന്നില്ല നമുക്ക് വിഷമമുണ്ടാവും അല്ലേ? തന്നെ അല്ലേ അമ്മേ? അല്ലേ? നമ്മൾ വിചാരിക്കുന്ന എന്നായിരിക്കും ചോദിക്കാൻ മേലായിരുന്നു. ചോദിക്കാൻ മേലായിരുന്നു. അപ്പം മറ്റുള്ളവർ ഇതൊക്കെ ചോദിച്ചിട്ടാണ് തരേണ്ടത് എന്ന് വിചാരിക്കുന്ന ഒരു കൂട്ടരുണ്ട് ഇല്ലേ? ഞാൻ പക്ഷെ ചോദിക്കും കേട്ടോ. എന്റെ സഹോദരങ്ങളോട് ഞാൻ ചോദിക്കും. തന്നില്ലയോ തരുന്നുണ്ടോ എന്നൊന്നും ഞാൻ നോക്കിയാലും ചോദിച്ചു. ഇനി ചോദിച്ചില്ലെന്ന് പറയരുത്. ഞാൻ ചോദിക്കും. എലിക്കുട്ടിയമ്മ ആരോടും ചോദിക്കുകയില്ല. അതാണിപ്പം അല്ലേ? ആരോടും ചോദിക്കുകയില്ല. ചോദിക്കുവിൻ ലഭിക്കുമെന്നാ പറയുന്ന എലിക്കുട്ടിയമ്മേ. ചോദിച്ചു നോക്കിയാലല്ലേ അറിയത്തുള്ളൂ. മുട്ടുവിൻ തുറക്കപ്പെടും, അന്വേഷിപ്പും കണ്ടെത്തുന്നൊക്കെ പറയണേ. അത് നേരാ. ചിലപ്പം കുഴപ്പമില്ല. കുഴപ്പമില്ല. ചിലപ്പം അതും ഇതെല്ലാം പറയും. ഓക്കെ അതൊക്കെ ശരിയാ. എലിക്കുട്ടിയമ്മയോട് ചോദിക്കണം വിവരങ്ങളൊക്കെ അറിയണമെങ്കിൽ. എല്ലാരോടും ചോദിച്ചാൽ ഇഷ്ടപ്പെടുകയില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയില്ല. പിന്നെ പല പല കാര്യങ്ങൾ പറയവര് അല്ലേ? അതിനേക്കാൾ ഏത് സമയത്ത് ചോദിക്കാൻ തോന്നിയെന്ന് ഓർക്കും. അതുകൊണ്ട് അമ്മ ചോദിക്കുകയില്ല.
അമ്മയ്ക്ക് റെസ്റ്റാ ഇഷ്ടം. ഒരെണ്ണം കൂടെ തിന്നോ? മതി കാര്യം ഇതും കൂടെ അങ്ങ് തിന്നോ? മതി. മതി എന്നൊക്കെ അമ്മ പറയും, എനിക്കറിയാം. അമ്മ വേണ്ട വേണ്ടെന്ന് പറയും, പക്ഷെ കൊടുത്താൽ തിരിക്കും. അതാണ് അമ്മയുടെ ഒരു സ്റ്റൈല്. അതാണെന്ന് അവർക്കറിയാലോ, അവർക്ക് മക്കൾക്കെല്ലാം അറിയാലോ, എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ. നമ്മുടെ മുഖത്തിൻ്റെ ക്ഷീണം മാറി മാറി വരുന്നല്ലോ കേട്ടോ. രാവിലത്തെ സീനിനേക്കാളും വ്യത്യാസമില്ലേ ഇപ്പം? നിങ്ങൾ നോക്കിക്കേ, എന്നിട്ട് കമൻറ്റ് ചെയ്യുക. രാവിലത്തേക്കാളും നമ്മുടെ മുഖത്തിൻ്റെ ക്ഷീണത്തിന് വ്യത്യാസമുണ്ടോ എന്ന്. രാവിലെ കണ്ടപ്പോൾ ഞങ്ങൾ ശരിക്കും പേടിച്ചു പോയി. തിന്നണ്ട, നിലത്ത് പോയതെടുത്ത് തിന്നണ്ട. അതൊക്കെ ദൂരക്കളാ, കുഞ്ഞു പിള്ളേരെ പോലെ ആയല്ലോ. കുഞ്ഞു പിള്ളയാണിപ്പോൾ. തട്ടയുണ്ട്. തട്ടിയുണ്ടാ ഞാനത് പറക്കൊണ്ട് പൊക്കോളിയല്ലായിരുന്നോ? തൂത്ത് കളഞ്ഞാൽ പോരെ. കാര്യം മതിയല്ലോ. ആരമ്മ വരാനുള്ള? നമ്മളിവിടെ ഉള്ളവരൊക്കെ ഉണ്ട്. നമ്മളെ ഇവിടെ ഉള്ള ആൾക്കാർ 4 പേര് ഇവിടെ ഉണ്ട്. സ്ഥിരം നമ്മളുള്ളവർ 4 പേരാ. ഇച്ചിരി പരവേശായി. തിന്നുമ്പോ അറിയാം, കാണുമ്പോ അറിയാം പരവേശായി. അല്ലെങ്കിൽ അവിടെ ഇവിടെ ഇട്ടിരിക്കും. വിവീനെ പെണ്ണ് ഇപ്പോൾ വിളിച്ചായിരുന്നു. എന്നാ ചോദിച്ചാ? വിവീനെ പെണ്ണോട് ഞാൻ പറഞ്ഞു, അമ്മച്ചിക്ക് ഇങ്ങനെ പനി ഇതൊക്കെ ആയിരുന്നു, നീ പോയ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ കാര്യമൊക്കെ ഞാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് ഫോൺ വെച്ച് ക്ലിനിക്കല്ലായിരുന്നോ? ക്ഷീണാണ്. എവിടെ പോയാ? ആരാമ്മേ? ഇവിടുന്ന് പോയാല് ഇവിടുന്ന് പോയവനാണോ? ആണിങ്ങള് കുറുപ്പന്തറയ്ക്ക് പോയവൻ ആരാ? ജോമോനാണോ? എനിക്കൊന്നും അറിയത്തില്ല. കുറുപ്പന്തറയ്ക്ക് പോണ ജോമോനല്ലേ? ഇവിടുന്ന് കുറുപ്പന്തറയ്ക്ക് പോണത് ജോമോനാ. വേറെ ആരും കുറുപ്പന്തറയ്ക്ക് പോകാറില്ല. ഒരെണ്ണം കൂടെ വേണ്ട. ഒരെണ്ണം കൂടെ തരാം. വേണ്ട. ഞാൻ പാടാം. ഇത് വെള്ളം നമ്മൾ ചായക്കകത്ത് മുക്കിയല്ലേ തിന്നുന്നേ. എന്നാലും ഒരെണ്ണം കൂടെ പോകിയല്ലേ? പോവോ? ഇല്ല, 3 മണി ആയതേ ഉള്ളൂ. 4 മണിയായി. 4 മണി ആയതേ ഉള്ളൂ. അത്ര ചായയില്ലേ? ചായയുടെ സമയല്ലേ 4 മണി? വീട്ടിൽ ചെന്നോണ്ട് ഉറങ്ങാൻ നേരമുണ്ടോ? ഇന്ന് വീട്ടിൽ പോകണ്ടെന്ന്. ഇനിയിപ്പം പോകണ്ട. 4 മണിയായില്ലേ? ഇനി നാളെ പോവാം. ചായയൊക്കെ കുടിച്ച് ഇന്ന് ഇവിടെ കിടന്നേക്കാം. മേലാക്കി ഇരിക്കുമല്ലേ? നാളെ പോവാം. നാളെ പോവാം കേട്ടോ. നമ്മൾ ഉഷാറായിട്ട് പോയാട്ടെ. പോരെ? എങ്ങനെയായാലും കുഴപ്പമില്ല. അല്ല, പിന്നെ വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മ ചോദിക്കില്ല, നീ അവിടെ ചെന്നാലുള്ള പനിയെല്ലാം പിടിപ്പിച്ചു, അസുഖമെല്ലാം പിടിപ്പിച്ചോണ്ട് ഇങ്ങനെ വന്നോന്ന് ചോദിക്കില്ല. പനി ക്ഷീണമൊക്കെ മാറട്ടെ, എന്നിട്ട് പോവാം അല്ലേ? അമ്മയോട്ട് പറഞ്ഞില്ല. അമ്മയോട് ഞാൻ ഫോൺ വിളിച്ച് പറഞ്ഞേക്കാം കേട്ടോ. അമ്മ അന്വേഷിക്കുന്ന അമ്മ ഞാനാന്ന് പറഞ്ഞത് കുറച്ചു പേര് ഇരിക്കുന്ന, ഞാനല്ലെന്നുള്ള കാര്യം അവരോടൊന്ന് പറഞ്ഞേര്. അല്ല, അത് രണ്ട് രീതിയിലാണ്. എന്തോ ഉണ്ട്. എന്നെ കാണാതെ വന്നപ്പോഴാണ് അന്വേഷണം മുഴുവൻ വന്നത്. പക്ഷെ അമ്മയാണോന്ന് എനിക്കറിയത്തില്ല അല്ലേ? അമ്മ അന്വേഷിക്കുന്നത് ഏതമ്മയാന്ന് പറഞ്ഞാൽ ഇപ്പം അമ്മയുടെ അമ്മേനെ അമ്മ അന്വേഷിക്കാറുണ്ട്. അമ്മയ്ക്ക് 30 വയസ്സ്. പിന്നെ അമ്മയുടെ അമ്മായിയമ്മ എന്ന് പറഞ്ഞ അമ്മ അന്വേഷിക്കാറുണ്ട്, കാര്യം പറഞ്ഞ് അന്വേഷിക്കാറുണ്ട്. നീ എന്നെ കണ്ടില്ലെങ്കിൽ അമ്മ അന്വേഷിക്കാറുണ്ട്. പക്ഷെ അത് അമ്മയായിട്ടാണോ എന്ന് എനിക്കറിയാം. അമ്മ എന്തിനാ ചോദിക്കുന്നത്? നേരപ്പം അമ്മ എന്തി, അമ്മ കണ്ടില്ലല്ലോ, അമ്മ അടുക്കളയില്ലല്ലോ. എല്ലാവരും കൂടെ പോയി നോക്കാറുണ്ട്. ശരിയാ, കണ്ടില്ലെന്നുള്ള എന്നെ ഇവിടെ കാണാതെ പോകുമ്പോ ഉള്ളതുണ്ട്. ഞാൻ അമ്മയാണോ ഇല്ലയോ എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. അങ്ങനെയാണ് ഓൾറെഡി ഇപ്പം നിന്നെ അമ്മ ആയിട്ട് ആയിട്ട് വെച്ചിരിക്കുന്നതാണ്. ഇവിടുത്തെ അമ്മമാരിലെ ഭക്ഷണങ്ങളും പാചകം ചെയ്ത് കൊടുക്കുകയും കാര്യങ്ങളെല്ലാം നടത്തുന്നത്. അപ്പം ആ ഒരു ബേസിൽ ആണ് അമ്മ കണക്ക് കൂട്ടുന്നത്. അതാണ് ഞാനുള്ളപ്പോഴും അമ്മേനെ അന്വേഷിക്കാറുണ്ട്. അപ്പൊ ഞാൻ അമ്മ ഏതമ്മേനെ അന്വേഷിക്കണേന്ന് അമ്മയോട് ചോദിക്കുമ്പോ അമ്മ പറയാം അമ്മയുടെ അമ്മായിയമ്മേനെയാന്ന് പറയാറുണ്ട്, അല്ലെ അമ്മയുടെ സ്വന്തം അമ്മേനെയാന്ന് പറയാറുണ്ട്. പക്ഷെ എന്നെ കണ്ടില്ലേ കൂടുതൽ അന്വേഷിക്കുന്നുണ്ട് അല്ലേ? ഞാനന്ന് വയ്യാതെ ഇവിടെ കടന്ന സമയത്ത് ഞാനും ഇതൊക്കെ പതുക്കെ കേട്ടോണ്ടാണ് കിടക്കണത്. അന്ന് ഞാൻ ആ കഞ്ഞി കൊടുത്ത് വൈകുന്നേരം അവർ എറണാകുളത്തിന് പോയെന്ന്. അന്ന് സംഭവം ഇത് തന്നെയായിരുന്നു. അന്ന് നിന്നെ കാണാഞ്ഞിട്ട് അവിടെ ചാച്ചൻ ജോമോൻ ചാച്ചൻ കേട്ടോ. ജോമോൻ ചാച്ചൻ എന്ന് വിളിച്ചാ മതിയോ അമ്മ? ഞാൻ അമ്മ അവധ ചാച്ചൻ എന്നാണോ വിളിച്ചത്? അമ്മ എങ്ങനെയാ വിളിച്ചത്? അവധ കൊച്ചെന്നോ? ചാച്ചൻ അവസാനങ്ങളിൽ ചാച്ചൻ എന്നങ്ങാണ്ടായല്ലേ? ചാച്ചൻ പേര് കൂട്ടി പറയാ ഇല്ലേ? ഞാനപ്പോ എലിക്കുട്ടിയമ്മയെന്ന് വിളിക്കുന്നതിൽ വിഷമമുണ്ടോ? എലിക്കുട്ടി എന്നൊക്കെ വിളിക്കുന്നതില് അതിന് എല്ലാവർക്കും പ്രശ്നമുണ്ട്. അങ്ങനെ ചെയ്യുന്നത് തെറ്റാന്നാ പറയുന്നത് അല്ലേ? അല്ല, അതിപ്പോൾ നമ്മൾ അമ്മയെ സെൻസ് ചെയ്യാൻ വേണ്ടി വിളിക്കുന്നതല്ലേ, അല്ല മനഃപൂർവ്വം നമ്മൾ ഇത് ചെയ്യുന്നതല്ലേ. അങ്ങനെ പേര് വിളിക്കുന്ന എത്രയോ മക്കളെ ഞാൻ കണ്ടിട്ടുണ്ടെന്നറിയോ? അവർക്ക് സ്നേഹക്കൂടുതലുകൊണ്ട് പിന്നെ ഒരു കൂടുതൽ ഒരു എന്നെ ഫ്രണ്ട്ഷിപ്പ് ഉള്ളതുകൊണ്ട് വിളിക്കുന്നുണ്ട്. പറയുമ്പോൾ നമ്മൾ അതുങ്ങളോട് വേണ്ടി കർമ്മല പറഞ്ഞാൽ മാത്രം അതുങ്ങൾക്ക് വലിയ വിഷമമാണ്.
അതെ പുള്ളിയല്ലാത്തൊന്നും പറയാൻ പറ്റിയ. അതാണ് അമ്മ പറഞ്ഞത്. അത് കാരണന്മാരോട് തറതല പറയരുത്. അവരെ അനുസരിക്കണം അല്ലേ? അവർ പറയുന്നതിന് നല്ല കാര്യങ്ങൾക്കെതിരെ തറതല പറയരുത്. അതാണ് പറഞ്ഞത്. പേര് വിളിക്കണം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ അമ്മേനെ സെൻസ് ചെയ്യണം. അമ്മയുടെ പ്രായം കുറഞ്ഞ ആളായിട്ടല്ലേ കാണുന്നത്. അപ്പോൾ പിന്നെ അമ്മേന്ന് വിളിക്കുമ്പോൾ അമ്മയ്ക്ക് അപ്പോൾ അമ്മ കല്യാണം കഴിച്ചിട്ടില്ലെന്നോ ചില സമയത്തുള്ള തോന്നൽ അങ്ങനെയാണ്. ചില സമയത്ത് പറയുന്നില്ല എൻ്റെ കുഞ്ഞുങ്ങൾ പിള്ളേർ ചെറുതാണ്. അമ്മയ്ക്ക് വിവാനും വിവീനായി അമ്മയുടെ മക്കളായിട്ട് ഇപ്പോൾ ഉള്ളൂ. പക്ഷെ 4 മക്കളുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ വിവീനായും വിവാന്റെയും പേരെ പറയുന്നു. അത് അമ്മയ്ക്ക് ഓരോ വേരിയേഷനാണ്. അമ്മയുടെ മെമ്മറിയിൽ ഓരോ സമയത്തും ഓരോ ഇതിലാണ് വരുന്നത് ഓരോരുത്തരും. അതാണ് എൽസിയുടെ പേരും വരാറിട്ടില്ലേ? എൽസിയുടെ പേരാ ഉണ്ടോ ഇന്ന് പറയുന്നുണ്ടല്ലോ. എൽസി ആണ്. അതാ പറഞ്ഞ അമ്മ എൽസി അല്ലേ? എൽസി ആരാമേ? മകള് അമ്മയുടെ മകളല്ലേ? അപ്പൊ വിവീനായും വിവീനായിട്ടും എൽസിന്ന് 2 പേരാ. 2 പേരാ. വിവീനായ അമ്മയുടെ മകളാണോ? പിന്നെ എൽസി അമ്മയുടെ മകളാണോ? പിന്നെ അപ്പൊ ജോമോനോ? ജോമോനും അതെ അമ്മയുടെ മകനാണ്. വിവാനോ? വിവാനും അതെ. ആക്ച്വലി എല്ലാവരും അമ്മയുടെ മക്കളാണ്. പക്ഷേ കൊച്ചുമക്കളാണെന്നുള്ളത് അല്ല അമ്മയുടെ ഓർമ്മ നിൽക്കുന്നത്. എല്ലാവരും അതെ. അതാണ് സംഭവം. ഇനി എന്തേലും ഉറക്കം വരണേ. ഉറക്കമൊക്കെ വരും. ഞാൻ പിടിക്കണോ? തന്നെ പോവോ? ചെരുപ്പ് ഊരിക്ക്. ചെരുപ്പ് മാറ്റി ഇട്ടിരിക്കുന്നത്. ചെരുപ്പ് ഊരിക്ക്. ചെരുപ്പ് ചായ എനിക്ക് കുടിക്കാനുള്ള. ഊരിക്ക്. ഇത് ഊര്. എന്നിട്ട് മാറ്റിയിടണം. അമ്മ ശ്രദ്ധിക്കാതുണ്ട്. അതെട്ടോ. ഫാൻ ഓഫ് ചെയ്തേക്കാം. അതാണ് അമ്മ നടക്കുമ്പം പ്രശ്നം ഉണ്ടാകുന്നതിൻ്റെ കാര്യം. എന്നാണ് ഇന്ന് ചെരുപ്പൊക്കെ ഇട്ടുകൊണ്ട് വന്ന്. സാധാരണ ചെരുപ്പ് കുറച്ച് ദിവസങ്ങൾ ചെരുപ്പ് മറന്നു പോകുന്നുണ്ടായിരുന്നു. അതെൻ്റെ ചായ ഞാൻ കുടിച്ചോളാം കേട്ടോ. ചായ കുടിക്കാൻ പോവാ. കിടക്കണം അമ്മയുടെ മുറിയിൽ. അറിയത്തില്ലേ കട്ടിലേ? ചിലർ ഇവിടെ ഇരുന്നോ വേണമെങ്കിൽ. പ്രാർത്ഥനയൊക്കെ നമുക്ക് ചെല്ലാം. സമയമുണ്ട്. ഇരിക്കണോ ചിരാരം? ഇവിടെ ഇരിക്കണോ ചിരാരം? ചിരാരം വേണം ആ സെറ്റിയിൽ ഇരുന്നോ. അതൊന്നും തൂക്കണ്ടെന്നേ. അതൊക്കെ തുടച്ചളയാം. ഇതല്ലേ മുറി? ഇതല്ലേ മുറി? നോക്കിക്കേ. നമ്മുടെ കട്ടിലാണോ നോക്കിയേ? ആണോ? ലൈറ്റ് ഇട്ടോ. ഉണ്ടോ? അമ്മ വിരിവെല്ലാം വിരിച്ചിട്ടിരിക്കുന്ന. എന്നാ കിടന്നോ കേട്ടോ. എന്നാ കിടന്നോ. വിളിച്ചിടാനും കുത്തിയിരിക്കേ. എപ്പോഴും കിടക്കാതെ. ഫാൻ ഇടണോ? ഫാൻ ഇടണോ? കഴിഞ്ഞിട്ടാ മതി അല്ലേ? എന്നാ പറയാം കേട്ടോ. എലിക്കുട്ടിയമ്മയുടെയും കുടുംബത്തിൻ്റെയും വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. ആദ്യമായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ മൈ മദേഴ്സ് ഡേ എന്ന പ്ലേലിസ്റ്റിൽ കയറി കാണുക. സപ്പോർട്ട് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.